ഓരോ ദിവസം കഴിയുന്തോറും മണ്ഡലങ്ങൾ മാറി മറിയുകയാണ്. ജാതി സമവാക്യങ്ങൾ മാറുന്നു, സമവാക്യങ്ങൾ മാറുന്നു. ഒരു 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 മണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകൾ, സ്ഥാനാർത്ഥികൾ അവിടുത്തെ ഒരു മതമേലധ്യക്ഷനെ പോയി കാണുകയോ ഒരു പള്ളിയിൽ പോയി കാണുകയോ അല്ലെങ്കിൽ NSS SNDP അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ മണ്ഡലങ്ങൾ മാറ്റി മറിക്കുകയാണ്, ഇളക്കി മറിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ ആയിക്കൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് നേമം. കാരണം അത് BJPക്ക് ഒരു പ്രാവശ്യം അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ്. രാജഗോപാലിലൂടെ പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്നു. അങ്ങനെ പല കാരണങ്ങളാൽ നേമം മുന്നിലാണ്. മാത്രമല്ല കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനും പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിനും വലിയ വോട്ട് നേമത്ത് BJPക്കാർ പിടിച്ചു, നേമം മണ്ഡലം ഉൾപ്പെടുന്ന സ്ഥലത്ത്. എന്നാൽ അതിനെയും കവച്ചു വെച്ചുകൊണ്ടുള്ള വേറൊരു അണ്ടർഗ്രൗണ്ട് പരിപാടികൾ നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൻ്റെ സാധ്യതകളൊന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. വട്ടിയൂർക്കാവിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമല്ല, ഒരു സവിശേഷത ഇപ്പം നിൽക്കുന്നത്, വലിയ വ്യത്യാസത്തിലാണ് സ്ത്രീ വോട്ടർമാരുള്ളത്. 50-80 എന്നുള്ളൊരു കണക്കിലാണ് നിൽക്കുന്നത്. 10-30,000 വോട്ടർമാരിപ്പോൾ ഈ ഇന്ത്യൻ SIR വന്നപ്പോൾ 10-30,000 വോട്ടർമാർ പുറത്തുപോയി. അതിൽ മഹാഭൂരിപക്ഷം പുരുഷന്മാരാണ് പോയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്ത്രീ വോട്ടർമാർ 1.5 എന്ന് പറയാം, അതായത് 2/3 ഭാഗവും സ്ത്രീ വോട്ടർമാരിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് സ്ത്രീകൾക്ക് അനുകൂലമായി വന്നാൽ, സ്ത്രീ വോട്ടർമാരെല്ലാം കൂടി സ്ത്രീക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ പാട്ടും പാടി ശ്രീലേഖ IPS ജയിക്കും. അതേസമയം ഇത് പഴയ പ്രശാന്ത് മേയർ ബ്രോയുടെ ഇമേജ് നോക്കി സ്ത്രീകൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ പ്രശാന്ത് ബ്രോ ഓടി നടന്ന് ജയിക്കും. അല്ല, മുരളീധരനാണ് ഇതിന് വോട്ട് മൊബിലൈസ് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ മുരളീധരൻ ജയിക്കും. പട്ടം, കേശവദാസപുരം, മുട്ടട, ഉള്ളൂർ, കവടിയാർ തുടങ്ങിയ ഒരു ബെൽറ്റുണ്ട്. ഈ ബെൽറ്റിൽ അതിശക്തമായി മുരളീധരനും കോൺഗ്രസിനും ശക്തമായ വേരുകളുണ്ട്. NSSന് നായർ സർവീസ് സൊസൈറ്റി ഉള്ള സ്ഥലമാണ്. ക്രിസ്ത്യൻ ബെൽറ്റാണ് പലതും. ഈഴവർ ഒരുപാടുണ്ട്. അവരിൽ നല്ലൊരു വിഭാഗവും കോൺഗ്രസ്സുകാരുമാണ്, ഈ 3 സമുദായത്തിൽപ്പെട്ടവരും. അപ്പോൾ ഈ ഭാഗങ്ങളിൽ വലിയ വോട്ടാണ് എപ്പോഴും മുരളീധരന് കഴിഞ്ഞ സീസണുകളിലൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ജഗതി, പൂജപ്പുര, തിരുമല ഭാഗമൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ നേമവും കുറച്ച് സ്ഥലത്ത് വരും, കുറച്ച് വട്ടിയൂർക്കാവിലും വരും. പിന്നെ പേരൂർക്കട, ഇങ്ങനെ വരുന്ന വട്ടിയൂർക്കാവിലേക്ക് വരുന്ന കുറേ സ്ഥലങ്ങളിൽ BJPക്ക് ശക്തമായ സാന്നിധ്യവുമുണ്ട്. പാളയം UDF ആണ് ഇപ്രാവശ്യം ജയിച്ചത്. അതും ഈ മുരളീധരൻ്റെ കെയർ ഓഫിലേക്ക് വരും. അതേസമയം വഴുതക്കാട്, അങ്ങനെ തമ്പാനൂർ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ LDFന് മുൻതൂക്കമുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി 3 മുന്നണികൾക്കും സാധ്യതയുള്ള അതികഠിനമായ അതിതീവ്രമായൊരു ത്രികോണ മത്സരമാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നടക്കുന്നത്. ശ്രീലേഖ IPS കൂടെ വന്നപ്പോൾ ആ മത്സരം കുറച്ചുകൂടി ഒന്ന് കടുത്തിട്ടുണ്ട്. അവർ കോർപ്പറേഷനിൽ ശാസ്തമംഗലം വാർഡിൽ നിന്ന് വലിയ വോട്ടിന് ജയിച്ചതാണ്. മേയറാകുമെന്ന് കരുതിയതാണ്. VV രാജേഷാണ് മേയറായത്. അതുകൊണ്ട് ശ്രീലേഖ IPSന് വലിയ ഫാൻസ് ഉണ്ട് തിരുവനന്തപുരത്ത്. പക്ഷേ മുരളീധരൻ ചെറിയ സിംഹമല്ല, ചെറിയ പുലിയല്ല, വലിയ പുലിയാണ്. തെരഞ്ഞെടുപ്പുകളെ നേരിടാനും ജയിക്കാനും അറിയാമെന്നുള്ള വ്യക്തിയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നേമത്ത് കാലിടറി. പക്ഷേ നേമത്ത് കുമ്മനം രാജശേഖരൻ ശക്തമായി വോട്ട് പിടിച്ചു. അതാണ് കാലിടറാൻ കാരണം.
തൃശ്ശൂരിൽ പോയി. ആ തൃശ്ശൂരിൽ വടകരയിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ജയിക്കുമായിരുന്നു. കാര്യം ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചതാണ്. വടകരയിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ തീരുമാനിച്ചതിന് ശേഷം പിന്നെ തൃശ്ശൂർ ചെന്നിറങ്ങി. അവിടെ ആ സമയത്ത് സുരേഷ് ഗോപി ആൾറെഡി നന്നായി കളം മെരുക്കിയിട്ടിരിക്കുകയായിരുന്നു. സുരേഷ് ഗോപിക്ക് വേണ്ടി കൊയ്യാനായിട്ട് വിതച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്നത് ക്ലച്ച് പിടിച്ചില്ല. അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ വട്ടിയൂർക്കാവിൽ മുരളീധരൻ അനുകൂലമായ ഒരു ട്രെൻഡ് ഇപ്പോൾ കാണുന്നുണ്ട്. പിന്നെ മുരളീധരൻ UDF വരുമെങ്കിൽ തീർച്ചയായിട്ടും മുരളീധരൻ ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം UDF വന്നാൽ ഒരു UDF തരംഗമാണ് സംസ്ഥാനത്ത് വേഗമാണ് വരുന്നതെങ്കിൽ മുരളീധരനും അതിനകത്ത് പോകാൻ സാധ്യതയുണ്ട്. കാരണം മുരളീധരൻ മന്ത്രിയാകാനുള്ള സാധ്യതയും ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ വട്ടിയൂർക്കാവിനൊരു മന്ത്രിയെ കിട്ടും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൻ്റെ ത്രികോണ മത്സരത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന അപ്പർ എഡ്ജ് എന്ന് പറയുന്നത് മുരളീധരനാണ്. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ പല കാര്യങ്ങളും സംഭവിക്കാം. തിരഞ്ഞെടുപ്പാണ് രംഗം. ഓരോ ദിവസത്തെയും പ്രസ്താവനകൾ ഇപ്പോൾ പരസ്പരം ചെളിവാരി എറിയുകയാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷത്തെ രാഷ്ട്രീയ ചെറ്റത്തരം പറയരുത്. ഈ ചെറ്റത്തരം എന്ന വാക്ക് മുഖ്യമന്ത്രി അങ്ങ് കടമെടുത്തിരിക്കുകയാണ്. സുധാകരനെ ചെറ്റത്തരം കാണിച്ചു എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ രാഷ്ട്രീയ ചെറ്റത്തരം പറയരുത്, അസംബന്ധം പറയരുതെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി. പക്ഷേ അസംബന്ധം പറയുമ്പോഴും EMSന് ബാഡ്ജ് കുത്തി കൊടുക്കുന്ന മാരാരുടെ ചിത്രവും 77 കൂത്തുപറമ്പിലും ഉദുമയിലും KG മാരാർ ഉദുമയിലും കൂത്തുപറമ്പിൽ പിണറായി വിജയൻ മത്സരിക്കുമ്പോൾ ജനസംഘം പ്രവർത്തകരും RSS പ്രവർത്തകരും ശക്തമായി ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും അങ്ങനെ തന്നെയാണ് പിണറായി വിജയനും ജയിച്ചത്. എന്നാൽ KG മാരാർ ജയിച്ചുമില്ല അവിടെ. അപ്പോൾ വളരെ കൃത്യമായി വരുന്ന ഒരു രാഷ്ട്രീയ ഡീൽ കേരളത്തിലുണ്ട്. ഈ ഡീല് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കൊരു വലിയ ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡീൽ ഉണ്ടായാൽ അത് ആർക്ക് ഗുണം ചെയ്യും? CPMും BJPയും തമ്മിലൊരു ഡീൽ ഉണ്ടായി തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഉണ്ടായാൽ അതിൻ്റെ ഗുണം ആർക്ക് ചെയ്യും? നേരത്തെ തിരുവനന്തപുരത്ത് കേട്ടിരുന്നൊരു കഥ, നിയമമണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരന് ജയിക്കാൻ അവസരം കൊടുക്കുകയും അതിന് പകരമായി വട്ടിയൂർക്കാവിൽ തിരിച്ചൊരു ജയത്തിന് വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കുകയും ചെയ്യും എന്നൊരു കഥ കേട്ടിരുന്നു. പക്ഷേ ആ കഥ ഇപ്പം മാറി. വട്ടിയൂർക്കാവിൽ ഡീൽ നടക്കാനുള്ള സാധ്യത കുറയുന്നുണ്ട്. പക്ഷേ 3 പേരും വട്ടിയൂർക്കാവിൽ ശക്തമായി രംഗത്തുണ്ട്. 2 പ്രാവശ്യം MLA ആയിരുന്നതിൻ്റെ വലിയ മെച്ചത്തിലാണ് VK പ്രശാന്ത് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് അഴിമതി, മറ്റു കാര്യങ്ങൾ, സ്വജനപക്ഷപാതം, അങ്ങനത്തെ ഒരു കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ പേരില്ല. ക്ലീൻ ഇമേജിൽ തന്നെയാണ് VK പ്രശാന്ത് മത്സരിക്കുന്നത്. മാന്യനാണ് അദ്ദേഹം, എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. അതേസമയം ശക്തമായ മത്സരമാണ് K മുരളീധരൻ ഉയർത്തിയിരിക്കുന്നത്. ശ്രീലേഖ IPSും കൂടെയുണ്ട്. അപ്പോൾ ഇതിൽ ആരാണ് ജയിക്കുക, ആരാണ് തോക്കുക എന്ന് ഇപ്പോൾ പറയാനാകില്ല. എങ്കിലും ഞാൻ ഈ പറഞ്ഞ UDF തരംഗം സംസ്ഥാനത്തുണ്ടാവുകയും മുരളീധരൻ മന്ത്രിയാവുന്നൊരു കാഴ്ചപ്പാട് വരികയും ഒക്കെ ജനങ്ങളിലേക്ക് അങ്ങനെ ഒരു ചിന്ത തിരുവനന്തപുരത്തുകാർക്ക് വന്നാൽ തീർച്ചയായിട്ടും K മുരളീധരനായിരിക്കും വട്ടിയൂർക്കാവിനെ പ്രതിനിധാനം ചെയ്യുന്നത്.